Hello, folks. Welcome back to Shahnaaz in Wonderland. ഇന്ന് റമലാൻ മന്ത് തുടങ്ങുകയാണ്. ഫസ്റ്റ് ഡേ ആണ് ഫാസ്റ്റിംഗ് ഡേ. റിലീജിയസ് പോയിൻ്റ് ഓഫ് വ്യൂ എനിക്ക് കൂടുതൽ പറയാനില്ല. എന്ന് വെച്ചാൽ ഞാൻ അതിനെപ്പറ്റി അധികം സംസാരിക്കുന്നില്ല, അത്ര എനിക്ക് അറിവുമില്ല. പക്ഷേ ഫാസ്റ്റിംഗ്, ഒരു മന്ത് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നല്ലത് നടക്കുന്നുണ്ട്. സ്പിരിച്വലായിട്ടും മെൻ്റലായിട്ടും പിന്നെ ഹെൽത്ത് വൈസും നല്ല കാര്യമാണ്. 1 മന്ത് ഒരു ഫാസ്റ്റിംഗ് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും അതിനൊക്കെ നല്ലൊരു എന്താണ് ഗുണമുണ്ടാവും. പിന്നെ സെൽഫ് കൺട്രോൾ ഫ്രം ഓൾ ടെംപ്റ്റേഷൻസ് ആണ് ഈ 1 മന്ത്. സെൽഫ് കൺട്രോളിൻ്റെ നല്ല ട്രെയിനിങ് ആണ് ഇതിൽ നമ്മൾ നോമ്പ് മാസത്തിൽ ശരിക്കും. അപ്പോൾ 3 സോഷ്യൽ മീഡിയ ഒന്നും കാണാൻ പാടില്ല എന്ന് അങ്ങനെയൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ നമുക്ക് ന്യൂസ് കാണാം. 3 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. തെറ്റായിട്ടൊന്നും കാണാൻ പാടില്ല, തെറ്റായിട്ടൊന്നും പറയാൻ പാടില്ല, തെറ്റായിട്ടൊന്നും ചെയ്യാൻ പാടില്ല ഈ ഒരു മാസത്തിൽ. പിന്നെ അറിയാലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പറയേണ്ടതെന്ന് ആവശ്യമില്ലല്ലോ. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിലുള്ളൊരു ചെറിയൊരു കഥ പറയാമായിരുന്നു. ഞാൻ 6th or 7th ആയിരുന്നോ എനിക്ക് ഓർമ്മയില്ല. പിന്നെ ധൻബാദിലായിരുന്നല്ലോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ നെയ്ബറായിരുന്നു, നീലം എന്നായിരുന്നു പേര്. തൊട്ടടുത്തുള്ള നെയ്ബറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം അവരെ വീട്ടിൽ പോകാൻ. എന്താ വെച്ചാൽ അവർ ഫുൾ ജോയിൻറ്റ് ഫാമിലിയാണ്. ഞങ്ങൾ ഒറ്റക്കാണല്ലോ, ന്യൂക്ലിയർ ഫാമിലി, ജോയിൻറ്റ് ഫാമിലി. അപ്പോൾ എനിക്ക് കിട്ടിയ ചാൻസ് ഞാൻ അങ്ങോട്ടേക്ക് ഓടിപ്പോവും. നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനും നീലമും ഇവിടെ നിൽക്കുമായിരുന്നു. അവളുടെ ഗ്രാൻഡ് മദർ ഉണ്ട്, അമ്മ, നമ്മൾ അമ്മയാണെന്ന് വിളിക്കുക. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മക്ക്. അമ്മ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ബ്രദറാണോ നീലമിൻ്റെ ബ്രദറാണോ എന്ന്. അപ്പോൾ ഞങ്ങൾ കോളനി കൂടിയില്ലേ, കുറേ സാധനങ്ങൾ ഇങ്ങനെ വിറ്റ് കൊണ്ടുപോകും. റോഡുണ്ട് നടുക്ക്, 2 സൈഡിൽ വീടും പിന്നെ നടുക്ക് റോഡുണ്ട്. അപ്പോൾ അവിടെ ചനാഗരം, രാത്രിയാണ് ചനാഗരം എന്ന് പറഞ്ഞാൽ കടല വറുത്തത്. പിന്നെ ചൂടുകാലം സമ്മർ സീസൺ വരുമ്പോൾ മുല്ലപ്പൂ വിൽക്കാൻ കൊണ്ടുവരും, ഐസ്ക്രീം കൊണ്ടുപോകും. ടെംപ്റ്റേഷൻസാണ് അതൊക്കെ. പിന്നെ ഏറ്റവും വലിയ ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇംലി എന്ന് പറഞ്ഞാൽ പുളീൻ്റെ മിഠായി, ഇംലി. അങ്ങനെ ഞാനും നീലമ്മ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ ബ്രദറാണോ എൻ്റെ പിന്നെ നീലമിൻ്റെ ബ്രദറാണോ ഓടിക്കൊണ്ടുവന്നിട്ട് യെല്ലോ ഇംലി പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ വായിലിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, പിന്നെ എനിക്ക് നോമ്പല്ലേ. അപ്പോൾ ഞാനും നീലമും ഭയങ്കര കോമ്പറ്റീഷൻസ്, ആരാ ഏറ്റവും കൂടുതൽ റോസ എടുക്കുക. റോസ എന്ന് പറഞ്ഞാൽ നോമ്പാണ്. ഞാൻ വായിലിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, എനിക്ക് റോസ അല്ലേ, നോമ്പല്ലേ. ഞാൻ കരയാൻ തുടങ്ങി, ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ അമ്മ പറഞ്ഞ്, അഞ്ചാനെ മേ അഗർ തും കുച്ച് ഖാ ലോ യാ പീ ലോ തോ റോസ നീ ടൂട്ടേഗ. എന്നുവെച്ചാൽ നമ്മൾ അറിയാണ്ട് എന്തെങ്കിലും കഴിച്ചോ പോയിട്ടുണ്ടെങ്കിൽ നോമ്പ് മുറിയൂല. അത് പറഞ്ഞ് എന്നെ അമ്മ സമാധാനിപ്പിച്ചു. അത് ശരിയാണ്. നമ്മൾ അറിയാതെ എന്തെങ്കിലും വായിലിട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ കുടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് തിന്നിട്ട് അറിയാതെ കഴിച്ചെന്ന് പറയാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല രസമുള്ളൊരു കഥയായിരുന്നു, ഓർമ്മയാണ്, എപ്പോഴും എനിക്ക് ഓർമ്മ വരും. അപ്പോൾ ഈ നിങ്ങളെ സ്കൂളിലൊരു സെൽഫ് കൺട്രോൾ ബെല്ലും ഉണ്ടായിരുന്നു. അപ്പോൾ അതും എനിക്ക് ഓർമ്മ വരും. സെൽഫ് കൺട്രോൾ ട്രെയിനിങ് എന്നല്ല, നമുക്ക് ഫസ്റ്റ് ഇൻ്റർവെൽ കഴിഞ്ഞിട്ട്, ആദ്യത്തെ സ്കൂളിലാണ് മൗണ്ട് കാർമലിൽ. ഫസ്റ്റ് ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ ബെല്ലിന് നമ്മൾ സ്റ്റാച്യു പോലെ നിൽക്കണം. എവിടെയാണെന്ന് വെച്ചാൽ അനങ്ങാൻ പാടില്ല. 2 സെക്കൻഡ്സേ ഉണ്ടാവുള്ളൂ. 2 സെക്കൻഡ്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബെല്ല്, അപ്പോൾ ക്ലാസ് റൂമിലേക്ക് ഓടുക. അപ്പോൾ അതും ഒരു സെൽഫ് കൺട്രോൾ ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഫാസ്റ്റിംഗ് നല്ലോണം എൻജോയ് ചെയ്യുക, നന്നായിട്ട് എടുക്കുക. നല്ലൊരു മാസമാവട്ടെ എല്ലാവർക്കും. ഈ ഒരു മാസം എല്ലാവർക്കും ഫാസ്റ്റിംഗ് എടുക്കുന്നവർക്കും എല്ലാത്തവർക്കും ഒക്കെ തന്നെ നല്ലൊരു ദിവസമാവട്ടെ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.